ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നിവിൻ പോളി നായകനായ സർവമായ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇപ്പോൾ റിലീസായിട്ടുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീട്ടിലേക്ക് വരാം. ഒന്ന്, സിനിമയുടെ സർവമായ എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേര് പോലെ തന്നെ എല്ലാം ഒരു മായയാണ്, ഡെല്യൂഷനാണ് എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഇതുകൂടാതെ നിവിന്റെ പ്രഭേന്ദു എന്ന ക്യാരക്ടറിന്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മിക്ക കാര്യങ്ങൾക്കും കാരണമാകുന്നത് മായ എന്ന ഡെലൂലു എന്ന ആ ഒരു ക്യാരക്ടറാണ്. പ്രഭേന്ദു മ്യൂസിക്കിൽ വിജയിക്കാൻ കാരണമാകുന്നത് ഡെലൂലു പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിൽ ഗിത്താർ വായിക്കുമ്പോഴാണ്. പ്രഭേന്ദു സാധ്യമായിട്ടുള്ള പ്രണയത്തിലേക്ക് അടുക്കാൻ കാരണമാകുന്നത് ഈ മായ തന്നെയാണ്. അതേപോലെ വളരെ പേടിത്തൊണ്ടനായിരുന്ന പ്രഭേന്ദുവിനെ ഒരു ധൈര്യശാലിയാക്കി മാറ്റുന്നതും മായ തന്നെയാണ്. കൂടാതെ അച്ഛനുമായി അടുക്കാതിരുന്ന പ്രഭേന്ദുവിനെ അച്ഛനോട് അടുക്കാൻ പ്രേരിപ്പിക്കുന്നതും മായ തന്നെയാണ്. സോ ഇങ്ങനെ പ്രഭേന്ദുവിന്റെ ജീവിതത്തിലെ സർവ്വ കാര്യങ്ങൾക്കും കാരണമായിട്ടുള്ളത് മായാണ് എന്നുള്ള അർത്ഥത്തിലും നമുക്ക് സർവം മായ എന്നുള്ള ഈ പേരിനെ കാണാം. രണ്ട്, ഈ പ്രഭേന്ദുവും ഡെലൂലു അഥവാ മായയുമായിട്ട് അടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇതുകൂടാതെ ഇവരുടെ പേരിൽ തന്നെ നമുക്കൊരു കണക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതായത് സിനിമയുടെ ഇടയ്ക്ക് വെച്ച് ഡെലൂലു എന്ന ക്യാരക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ ഞാൻ മരിച്ചു പോയല്ലോ, അതുകൊണ്ട് ഇനി സ്റ്റാർ ആകാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന്. സിനിമയുടെ ഏറ്റവും ഒടുവിലേക്ക് എത്തുന്ന സമയത്ത് ഡെലൂലുവിന് മോക്ഷം കിട്ടിയതിനു ശേഷം കുറെ സ്റ്റാറുകളായി, നക്ഷത്രങ്ങളായി ഡെലൂലു ആകാശത്തേക്ക് ഉയർന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി പ്രഭേന്ദു എന്ന പേര് നോക്കുകയാണെങ്കിൽ ചന്ദ്രനെ പോലെ പ്രകാശം പരത്തുന്ന ആളെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് ഡെലൂലു എന്ന ക്യാരക്ടർ, മായ എന്ന ക്യാരക്ടർ നക്ഷത്രങ്ങളാണെങ്കിൽ പ്രഭേന്ദു എന്ന ക്യാരക്ടർ ചന്ദ്രനാണ്. ഇങ്ങനെ ചന്ദ്രനും നക്ഷത്രവും എന്നുള്ള രീതിയിലും ഈ രണ്ട് ക്യാരക്ടറുകൾ തമ്മിലുള്ള കണക്ഷനും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൂന്ന്, സിനിമയുടെ തുടക്കത്തിൽ ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ എന്നൊരു ഗാനം കേൾപ്പിക്കുന്നുണ്ട്. ഇത് 1980 പുറത്തിറങ്ങിയ പ്രേം നസീർ നായകനായി വന്ന എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഈ സിനിമയുടെ കഥയിൽ രണ്ട് കുട്ടികളുടെ ഇടയിലേക്ക് ഒരു എയർ ഹോസ്റ്റസ് അവിചാരിതമായി കടന്നു വരികയും അതുവഴി ആ എയർ ഹോസ്റ്റസ് അവരുടെ വളർത്തച്ഛനുമായി അടുപ്പത്തിലാവുകയും പ്രണയത്തിലാവുകയും അയാളുടെ ജീവിതത്തിലും സ്വഭാവത്തിലുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു എയർ ഹോസ്റ്റസ് വരുത്തുകയും ഇവർ പ്രണയത്തിലാവുകയും അവസാനം ഒരുമിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി ഈ സർവമായ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിലും ഒരു കുട്ടി കാരണം, കുട്ടൂസ് എന്നൊരു കുട്ടി കാരണം ഇതുപോലെ ഒരു പെൺകുട്ടി നായകന്റെ അടുത്തേക്ക് എത്തുകയും അവന്റെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു പെൺകുട്ടി വരുത്തുകയും ആ പെൺകുട്ടി അവനുമായി പ്രണയത്തിലാവുകയും മറ്റും ചെയ്യുന്നുമുണ്ട്. സോ ഇതുകൊണ്ടാകാം എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിലെ ആ ഒരു ഗാനം ഈ സിനിമയുടെ തുടക്കത്തിൽ ഉൾപ്പെടുത്താനായി അവർ ശ്രമിച്ചത്. ചാക്കോ എന്ന ക്യാരക്ടർ ഒരു ഭക്ഷണപ്രേമിയാണ് എന്ന് പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് തന്നെ അയാൾ ഭക്ഷണം ചോദിക്കുന്നതായും പിന്നീട് അയാൾ അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ മാനേജർ അയാളോട് ദേഷ്യപ്പെടുന്നതായും മറ്റും കാണിക്കുന്നുമുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ ഈ ചാക്കോ എന്ന ക്യാരക്ടർ ബസ്സിലിരുന്ന് ഉറങ്ങുന്ന സമയത്ത് പ്രഭേന്ദുവിന്റെ തോളിലേക്ക് വീഴുമ്പോൾ പ്രഭേന്ദു ഒരു പേപ്പർ എടുത്തുകൊണ്ട് അയാളുടെ മുഖത്തിന്റെ അടുത്തേക്ക് വെക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ ആ സമയം നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നത് പോലെ ഭക്ഷണത്തിന്റെ ചിത്രം തന്നെയുള്ള ഒരു പേപ്പറാണ് അയാളുടെ വായുടെ അടുത്തേക്ക് പ്രഭേന്ദു വെച്ചു കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. കുട്ടു എന്ന ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ ആ ഒരു ക്യാരക്ടർ പ്രഭേന്ദുവിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലായി ഒരു പാവസരത്തിന്റെ ശബ്ദം കേൾപ്പിക്കുന്നുണ്ട്. അത് കുട്ടുവിന്റെ കൂടെ വന്നിട്ടുള്ള കുട്ടുവിന്റെ അമ്മയുടെ പാവസരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും ഫിസിക്കലി ആ ഒരു അമ്മയുടെ ക്യാരക്ടറിനെയാണ് ആ ഒരു പാവസരത്തിലൂടെ കാണിച്ചിരിക്കുന്നതെങ്കിലും പ്രഭേന്ദുവിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വരുന്നു എന്നുള്ള രീതിയിലാണ്, അത്തരത്തിലൊരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ആ ഒരു പാവസരത്തിന്റെ അകമ്പടിയോടുകൂടി ആ ഒരു ഷോട്ട് അവിടെ കാണിച്ചത്. ഈ സിനിമയിൽ സത്യനന്ദിക്കാടിന്റെയും മക്കളായിട്ടുള്ള അനൂപ് സത്യന്റെയും അഖിൽ സത്യന്റെയും പല സിനിമകളുടെയും റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഫൈസലിലെ സ്റ്റുഡിയോ കാണിക്കുന്ന സമയത്ത് അവിടെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തിട്ടുള്ള ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ വെച്ചിരിക്കുന്നതായും കൂടെ തന്നെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള അഖിൽ സത്യന്റെ പാച്ചും അത്ഭുത വിളക്കിന്റെ പോസ്റ്ററും സഹോദരൻ അനൂപ് സത്യന്റെ ആദ്യ ചിത്രമായിട്ടുള്ള വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിന്റെ പോസ്റ്ററും ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ഇതുപോലെ അനുമോൻ എന്ന ക്യാരക്ടർ ഓട്ടോയ്ക്ക് ഹൃദയപൂർവ്വം എന്ന് പേരിട്ടിരിക്കുന്നത് ഹൃദയത്തിന്റെ സർജറിക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള പണം വെച്ച് മേടിച്ചിട്ടുള്ള ഓട്ടോയാണ് എന്ന് കാരണം പറയുന്നുണ്ടെങ്കിലും അതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ഒരു റെഫറൻസ് ആയിട്ട് കൂടിയായിരിക്കാം ആ പേര് തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയത്.
കൂടാതെ മറ്റൊരു ഭാഗത്ത് നിവിൻ പോളിയുടെ ക്യാരക്ടർ ഓ മൈ ഗോഡ് എന്ന് പറയുന്നത് സത്യനന്ദിക്കാടിന്റെ നാടോടിക്കാരൻ എന്ന ചിത്രത്തിലെ അനന്തൻ നമ്പ്യാരുടെ ആ ഡയലോഗിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പേരൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ സത്യനന്ദിക്കാടിന്റെയും മക്കളുടെയും പല ചിത്രങ്ങളുടെ റെഫറൻസുകളും ഈ ചിത്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതായി കാണാം. കൂടാതെ ഈ ചിത്രത്തിലെ ഡെലൂലു എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ടല്ലേ എന്നുള്ള ആ ഒരു ഡയലോഗ് വടക്കൻ സെൽഫി എന്ന ചിത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണെന്ന്. സിനിമയുടെ ഇടയ്ക്ക് വെച്ച് മധു വാര്യന്റെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ദൈവമെല്ലാം നമ്മളുടെ ഉള്ളിലല്ലേ, ഈ അമ്പലം പള്ളി എന്നെല്ലാം പറയുന്നത് ആ ശക്തി കാണിച്ചു തരുന്ന ഒരു കണ്ണാടി പോലെ ഉള്ളൂ എന്ന്. ദൈവമൊക്കെ നമ്മുടെ ഉള്ളിലല്ലേ, ഈ അമ്പലവും പള്ളിയും ഒക്കെ ആ ശക്തി കാണിച്ചു തരുന്ന ഒരു കണ്ണാടി പോലെയുള്ളൂ. സോ ഇതുകൊണ്ടാകാം ഇത്തരത്തിൽ ഈ സിനിമയിൽ വരുന്ന ദൈവമല്ലെങ്കിലും ഒരു അദൃശ്യ ശക്തിയായി കാണിച്ചിട്ടുള്ള ഡെലൂലുവിനെ ആദ്യമായി കാണിച്ചത് ഒരു കണ്ണാടിയിലൂടെ തന്നെ ആയത്. കൂടാതെ സിനിമയുടെ ഏറ്റവും ഒടുവിൽ അവസാനമായി ഡെലൂലുവിന്റെ യഥാർത്ഥ ഫോട്ടോ പ്രവേന്ദു കാണുന്നതും ഒരു ചില്ലിലെ റിഫ്ലക്ഷനിലൂടെയാണെന്നും കാണിക്കുന്നുണ്ട്. കൂടാതെ ആ സമയം മായയുടെ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത് അവൾ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന അവളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള വൈറ്റിൽ ലാവൻഡർ പൂക്കളുള്ള ആ ഒരു കുർത്തി ധരിച്ചിട്ടുള്ള വേഷമായിരുന്നു എന്നും കാണാം. മറ്റൊന്ന്, വിനീതിന്റെ ക്യാരക്ടർ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന സമയത്ത് അയാളുടെ കഴുത്തിന് താഴെയായി ചോര കട്ട പിടിച്ചിരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ മായയുടെ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ആ ഡോറിലെ ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്നതായി കാണാം. സോ അത്തരം ചില്ലുകൾ വന്ന് തറച്ചുണ്ടായ രക്തപ്പാടുകളായിരിക്കാം അവിടെ കാണിക്കുന്നത്. മായയും പ്രവേന്ദുവിനെ പോലെയെല്ലാം മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് മായ പ്രവേന്ദുവിന്റെ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയതിനു ശേഷം അവന്റെ വാട്സപ്പ് DP മാറ്റുന്ന സമയം അതിൽ കൊറിയൻ സിംഗറായിട്ടുള്ള ജുങ്കുക്കിന്റെ ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. ഇതുകൂടാതെ അവിടെ നോക്കുകയാണെങ്കിൽ പ്രവേന്ദുവിന്റെ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്ന പോലെയുള്ള ഗിത്താറുകളുടെ ചിത്രങ്ങൾ കൂടി അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതായും കാണാം. കൂടാതെ പ്രവേന്ദു മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അയാളുടെ മുറിയിലായി മ്യൂസിക് നോട്ടിന്റെ ഡിസൈനിലുള്ള ഒരു വസ്തു വെച്ചിരിക്കുന്നതായും, കൂടാതെ പ്രവേന്ദുവിന്റെ അമ്മയും മ്യൂസിക്കുമായെല്ലാം ബന്ധപ്പെട്ട് വന്നിരുന്നു എന്ന് പറയുന്നത് കൊണ്ട് പ്രവേന്ദുവിന്റെ അച്ഛൻ അമ്മയുടെ വസ്തുക്കളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായി കാണിക്കുന്ന സമയം അമ്മ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു വീണയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡെലൂലു ഇടുന്ന ടീഷർട്ടിൽ നമ്മൾ മിക്കപ്പോഴും കാണുന്നത് സ്റ്റിച്ച് എന്ന ആനിമേഷൻ ക്യാരക്ടറിനെയാണ്. ഈ സ്റ്റിച്ച് എന്നത് ഒരു അന്യഗ്രഹ ജീവിയാണ്. ഈ അന്യഗ്രഹ ജീവിയായ സ്റ്റിച്ച് ലിലോ എന്ന പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നതെല്ലാമാണ് ഈ ആനിമേഷൻ കഥകളിലൂടെ പറയുന്നത്. സോ അന്യഗ്രഹ ജീവിയായ സ്റ്റിച്ചിനെയും അത് അടുപ്പം ചേരുന്ന ലിലോ എന്ന പെൺകുട്ടിയെയും പോലെയാണ് ഈ ചിത്രത്തിൽ അദൃശ്യ ശക്തിയായിട്ടുള്ള ഡെലൂലുവിനെയും അവൾ അടുപ്പം കൂടുന്ന പ്രവേന്ദുവിനെയും കാണിക്കുന്നത്. ഇനി സിനിമ കണ്ടതിന് ശേഷം പലർക്കും സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് സിനിമ പെട്ടെന്ന് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. അതായത് മായ എന്ന പെൺകുട്ടി തൻ്റെ ഹിന്ദുവായ താടി വെച്ചിട്ടുള്ള തന്നെക്കാളിലും കുറച്ച് പ്രായം കൂടിയിട്ടുള്ള ആ ഒരു കാമുവിനെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും പരിചയപ്പെടുത്താൻ പോകുന്ന സമയത്ത് മായയ്ക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അവൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച് മരണാവസ്ഥയിൽ ഹോസ്പിറ്റലാവുകയും ചെയ്യുന്നു. ഈ സമയത്ത് മായയുടെ അച്ഛനായിട്ടുള്ള വിനീതിന്റെ ക്യാരക്ടർ മായയുടെ അനിയനായിട്ടുള്ള ചാക്കോയെ സ്കൂളിലെ ഹെഡ് ബോയുമായി ചേർന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും മായയുടെ ശരീരത്തിൽ നിന്നും യന്ത്രങ്ങളെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടി എസ് പറയാനായി അനുവദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അനിയൻ എസ് പറഞ്ഞതിലൂടെ മായ മരണത്തിലേക്ക് നീങ്ങുകയും സിനിമയുടെ കഥ പറയുന്നതനുസരിച്ച് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചതുകൊണ്ട് മായയ്ക്ക് താൻ ആരാണെന്നോ താൻ എങ്ങനെ മരിച്ചെന്നോ തൻ്റെ കുടുംബങ്ങൾ എന്താണെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നും അവളൊരു നല്ല ആത്മാവായി മാറിയെന്നും കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും മായയുടെ ആത്മാവിന് താൻ ജീവിച്ചിരുന്ന സമയത്ത് തനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന അടുപ്പമുണ്ടായിരുന്ന പല കാര്യങ്ങളും ഏതെല്ലാമോ രീതിയിൽ ഓർമ്മ വരുന്നു. ഇതുകൊണ്ട് തന്നെ തൻ്റെ അനിയനെ ഓർമ്മയില്ലെങ്കിലും മായയ്ക്ക് അനിയനെ ഒരുപാട് ഇഷ്ടമായിരുന്നതുകൊണ്ട് അനിയന്റെ കൂടെ അന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ളതും മായയുടെ ഇഷ്ടമായിരുന്ന മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ കുട്ടൂസുമായി ഏതോ വിധത്തിൽ മായയുടെ ആത്മാവ് ചെന്നു ചേരുന്നു. എന്നാൽ ചാക്കോയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും കുട്ടൂസ് ഒരുപക്ഷെ മായയെ കണ്ടിട്ടില്ലായിരിക്കും. ഇതുകൊണ്ടായിരിക്കാം മായയുടെ ആത്മാവ് കുട്ടൂസിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അവൻ ഭയന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രവേന്ദു കുട്ടൂസിന്റെ ബാധ ഒഴിപ്പിക്കാനായി അവിടേക്ക് എത്തുന്നത്. സോ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ ഓർമ്മയിൽ എവിടെയോ കിടക്കുന്ന അവൾക്ക് പണ്ട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന അവളുടെ ആ പഴയ കാമുകനുമായി ഒരുപാട് സിമിലാരിറ്റികളുള്ള താടിയുള്ള ഹിന്ദുവായിട്ടുള്ള കുറച്ച് ഏജ് ആയിട്ടുള്ള പ്രവേന്ദുവിനെ കാണുന്ന സമയത്ത് അവളുടെ ആത്മാവ് അവൾ അറിയാതെ തന്നെ കുട്ടൂസിനെ വിട്ട് പ്രവേന്ദുവിന്റെ കൂടെ ചേരുന്നു. പിന്നീട് പ്രവേന്ദുവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ജീവിതത്തിൽ അവൾ കടന്നുപോയിട്ടുള്ള ഓരോ നിമിഷങ്ങളിലും എത്തുമ്പോൾ അവൾക്ക് ഓരോ കാര്യങ്ങളായി പതിയെ പതിയെ ഓർമ്മ വരാൻ തുടങ്ങുന്നു. പ്ലെയിനിൽ പോകുന്ന സമയത്ത് പണ്ട് അവൾ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെന്നും സാധ്യ തൻ്റെ നഷ്ടപ്രണയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അവൾക്ക് പണ്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും സാധ്യയും പ്രവേന്ദുവുമായി അടുക്കുന്ന സമയത്ത്
പ്രഭേന്ദുവിന് തന്റെ ആ പഴയ കാമുകന്റെ ഒരുപാട് രൂപസാദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് അവൾക്ക് പ്രഭേന്ദുവിനോട് ആ ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങുന്നു. ഇങ്ങനെ അവൾ കടന്നുപോയിട്ടുള്ള ഓരോ സിറ്റുവേഷനുകൾ എത്തുന്ന സമയത്ത് അവൾക്ക് ഓരോ കാര്യങ്ങൾ ഓർത്തോർത്തെടുക്കാൻ സാധിക്കുന്നു. ഇതിനുശേഷം തനിക്ക് അപകടം സംഭവിച്ചിട്ടുള്ള തന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആ ഒരു ആക്സിഡന്റുമായി വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റിലൂടെ പ്രഭേന്ദു കടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവൾക്ക് മുഴുവൻ കാര്യങ്ങളും ഓർമ്മ വരികയും അവൾ പ്രഭേന്ദുവിന്റെ അടുത്തേക്ക് എത്തുകയും പ്രഭേന്ദുവിനെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ വെച്ച് പ്രഭേന്ദുവിന് അപകടം സംഭവിക്കാൻ പോകുന്നത് കണ്ടുകൊണ്ട് മായയ്ക്ക് എല്ലാ കാര്യങ്ങൾ ഓർമ്മ വരികയും പ്രഭേന്ദുവിനെ ഹഗ് ചെയ്യുന്നതിലൂടെ തനിക്ക് കിട്ടിയിട്ടുള്ള ആ ഓർമ്മകൾ അവനിലേക്ക് പകരുകയുമാണ് മായ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് കിട്ടിയിട്ടുള്ള ഓർമ്മകൾ പ്രഭേന്ദുവിന് കാണാനായി സാധിച്ചത്. സോ ഇവിടെ വെച്ച് എല്ലാ ഓർമ്മകളും തിരിച്ച് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അവൾ നക്ഷത്രമായി മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനുശേഷം ജനാർദ്ദന്റെ ക്യാരക്ടർ പ്രഭേന്ദുവിനോട് പറയുന്നുണ്ട്, സങ്കടങ്ങളെല്ലാം തീർത്താൽ മാത്രമേ ഒരു ആത്മാവിന് മോക്ഷവും ശാന്തിയും കിട്ടുകയുള്ളൂ എന്ന്. സോ മായയുടെ ഒരു സങ്കടമാണ് തന്റെ ആ ഒരു കാമുകൻ ആരായിരുന്നുവെന്ന് തന്റെ അച്ഛനും അമ്മയ്ക്കുമൊന്നും അറിയാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അവരെ അറിയിക്കാൻ സാധിച്ചില്ല. ഒരുപക്ഷെ മായയുടെ മരണസമയത്ത് അവളുടെ ഫോണും തകർന്നു പോയിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഫോണിലൂടെ പോലും അവർക്ക് അവളുടെ കാമുകൻ ആരായിരുന്നുവെന്ന് അറിയാൻ സാധിച്ചിരിക്കില്ല. സോ ഈ ഒരു സങ്കടം നികത്താൻ വേണ്ടിയാണ് പ്രഭേന്ദു അവളുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഓൾറെഡി മായ പങ്കുവച്ചിട്ടുള്ള ഓർമ്മയിലൂടെ താനുമായി ഒരുപാട് സിമിലാരിറ്റികളുള്ള ഒരാൾ തന്നെയായിരുന്നു അവളുടെ കാമുകനെന്ന് പ്രഭേന്ദുവിന് അറിയാം. സോ അവൻ അവളുടെ വീട്ടിലെത്തുന്ന സമയത്ത് പ്രഭേന്ദുവിനെ കണ്ടുകൊണ്ട് അമ്മ കരുതുന്നതും അവളുടെ പഴയ കാമുകനായിരുന്നു പ്രഭേന്ദു എന്നാണ്. അവൾ അന്ന് പറഞ്ഞതുപോലെ പ്രഭേന്ദുവിനും താടിയുമുണ്ട്, ഹിന്ദുവുമാണ്, മായയെക്കാട്ടിലും കുറച്ച് ഏജും തോന്നുന്നുണ്ട്. ഇതുകൊണ്ടാണ് അമ്മ അവളുടെ കാമുകനാണോ എന്ന് ചോദിക്കുന്നത്. കൂടാതെ പ്രഭേന്ദുവിനെയും മായ സ്നേഹിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അവൾ ഇഷ്ടപ്പെട്ടിരുന്നാൽ നിങ്ങളാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മ അങ്ങനെ തന്നെ വിശ്വസിച്ചു കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ പ്രഭേന്ദു താൻ തന്നെയായിരുന്നു ആ കാമുകൻ എന്ന് സമ്മതിച്ചു കൊടുക്കുന്നത്. അതിലൂടെ മായ അന്ന് കാണിക്കാൻ ആഗ്രഹിച്ച ആളല്ലെങ്കിൽ കൂടി മായ നിലവിൽ സ്നേഹിച്ചിട്ടുള്ള ആളെ അമ്മയ്ക്ക് കാണാൻ സാധിക്കുകയും അതിലൂടെ മായയ്ക്ക് മോക്ഷവും ലഭിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ആ പൂക്കളുടെ അടുത്തുകൂടി കാറ്റ് പ്രഭേന്ദുവിന്റെ അടുത്തേക്ക് വരുന്നതായും പതിയെ ക്യാമറ മുകളിലേക്ക് നീങ്ങുന്നതായും കാണിച്ചത്. അവസാനമായി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അതായത് മായയുടെ യഥാർത്ഥ കാമുകനെ കാണിച്ചിട്ടില്ലെങ്കിലും പ്രഭേന്ദു എന്ന ക്യാരക്ടറുമായി അയാൾക്ക് ഒരുപാട് സിമിലാരിറ്റികൾ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. താടിയുണ്ട്, ഹിന്ദുവാണ്, മായയേക്കാൾ കുറച്ച് ഏജ് ഉള്ള ആളാണ് എന്നിങ്ങനെ ഇവർ രണ്ടുപേരുമായി ഒരുപാട് സിമിലാരിറ്റികൾ ഉള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ പ്രഭേന്ദു എന്ന പേരുമായി സിമിലറായി വരാൻ സാധ്യതയുള്ള ഒരു പേര് തന്നെയായിരിക്കും മിക്കവാറും മായയുടെ യഥാർത്ഥ കാമുകനും ഉണ്ടായിരുന്നത്. അതായത് ഈ പ്രഭേന്ദു എന്ന പേര് നോർമലി ആണുങ്ങൾക്ക് വരുന്ന പേരല്ല, ഈ സിനിമയിൽ പറയുന്ന പോലെ സ്ത്രീകൾക്ക് ഇടുന്ന ഒരു പേരാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു പേര് തന്നെ ഈ ഒരു ക്യാരക്ടറിനായി സെലക്ട് ചെയ്തത് മിക്കവാറും പ്രഭ ഇന്ദു ഇതിലേതെങ്കിലും പേരുമായി ചേർത്ത് കൊണ്ടുവരുന്ന ഒരു പുരുഷന്റെ പേരായിരിക്കാം മായയുടെ കാമുകനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു വെറൈറ്റി പേര് തന്നെ ഈ ഒരു ക്യാരക്ടറിന് കൊടുത്തത്. സോ എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.